ഈശോമിശിഹായ്ക്ക് സ്തുതിയായിട്ട്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ അലക്സേ, ചക്ക വെട്ട് തുടങ്ങിയ? ആ, ആദ്യം വെട്ടി ചക്കയാ, അത് പള്ളിക്ക് ഇരിക്കട്ടെ. അത് നന്നായി. വാ. അപ്പോഴേ ഇതെന്തിനാ പള്ളി കൊടുക്കുന്നേ? അതെ, വെഞ്ചിരിക്കാനാ. എൻ്റെ ഓർമ്മയിൽ ഫിലിപ്പോസ് ചേട്ടൻ മഴ നനയാണ്ടിരിക്കാൻ പോലും ഒന്ന് പള്ളിയുടെ അകത്തേക്ക് കയറിയിട്ടില്ല. കാര്യം പുള്ളിക്കാരന് കർത്താവിനെ വേണ്ടായിരുന്നെങ്കിലും വലിയ നന്മയും സ്നേഹവും ഒക്കെ ഉള്ള ആളായിരുന്നു. എന്നാ ചോടൊരു ഒച്ച. അത് ഫൈനൽ റിഹേഴ്സലാ മാർഗംകളിയുടെ. ആ, പെരുന്നാളിന് ഇത്തവണ ജോറാക്കണം. എന്നാ കാണാം. ചിന്ത തെളിഞ്ഞിത ചോഴനുമാവാനും തന്നോടെ മന്ദിരി മാറും തെരെ ഇക്കിനി വന്ദിച്ച യോഗമൊരുമ്പിട്ടു ദൈവം തരേണമിതിന്ന് തെരെ ചിന്ത തെളിഞ്ഞിത ചോഴനുമാവാനും തന്നോടെ മന്ദിരി മാറും തെരെ ഇക്കിനി വന്ദിച്ച യോഗമൊരുമ്പിട്ടു ദൈവം തരേണമിതിന്ന് തെരെ ചൊല്ലിയൊരുപ്പ് നടത്തിനു തൊമയരുൾ വഴി പോലെ തിരെ ചൊല്ലിയൊരുപ്പ് നടത്തിനു തൊമയരുൾ വഴി പോലെ തിരെ. നീ എന്നതാടാ പോയി കാണിക്കുന്നത്? ചവിട്ട് നടക്കും. ഏയ്, ഇതല്ലേ കുച്ചിപ്പുടി. ഒന്ന് പോടാവേ, ഇതാണ് ഭരതനാട്യം. ഇത് ഭരതനാട്യം ഗിരതനാട്യം ഒന്നുമില്ല. പിന്നെ അല്ലേ? ഇതാണ് മാർഗംകളി. അങ്ങനെയാണെങ്കിൽ മാർഗംകളിക്ക് നമുക്ക് വേറെ പേരിടാം. ഇഷ്ടമില്ല? ഇത് മാർഗംകളിയൊന്നും അല്ല കേട്ടോ, ഇത് മരണക്കളിയാ. ആ വർക്കിച്ചനും ബെന്നിച്ചനും കണ്ട വെട്ടുപോത്തിനെ പോലെ ഇരിക്കും. അവന്മാരുടെ ഒരേ ഒരു പെങ്ങളാ. നീ അവന്മാരുടെ കൈ പെടാൻ നോക്കണം കേട്ടോ. സഖാവേ, എന്നതാ കൊച്ചിന്റെ പേര്? പേരറിഞ്ഞിട്ട് നിനക്ക് എന്തോണം പോടാണ്. നീ ആ കള്ളെടുത്ത് കുടിക്കും. കൊച്ചിന്റെ പേര് എന്തായിരിക്കും? ആനി എന്തേ എടുത്തേ കപ്പായ ആവണേ ആനി ഇങ്ങ് വന്നേ. എടേ, നീ അങ്ങാടി പോകുമ്പോ ഇതും കൂടി കൊടുത്തേക്ക്. എനിക്കൊന്നും പറ്റില്ല. എനിക്ക് വായി നോക്കിയാൽ കണ്ടാൽ തന്നെ കലി വരും. നീ അവന്റെ വായി നോക്കണ്ടീ. പോയി ചായ, നാക്കിന്റെ പൈസ പോലും കിട്ടൂല. ഇത്രയല്ല കണ്ടോ, 5 ലിറ്ററിന്റെ കാശ 75 രൂപ. അങ്ങാടിയിലേ വേറെ കടകളില്ലാത്തന്റെ പൊളപ്പായി ഇവന്. നീനൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ലിറ്ററിന് 1 രൂപ കുറവാ. നിങ്ങളിങ്ങനെ കാശ് കുറച്ച ഞങ്ങൾ എന്താ ചെയ്യാ? നീ അതങ്ങോട്ട് കാച്ചി കുടിക്കടി, നിന്റെ ശരീരമൊക്കെ അങ്ങോട്ട് കൊടുക്കട്ടെ. ദേ, വായിക്കൊള്ളത്തെ വർത്താനം പറയല്ലേ. ഓ, അവളൊരു പുണ്യോളത്തെ വന്നേക്കണം. നീ എന്തിയോടി നീ ഇതെടുത്ത് നിന്റെ തലേ കൂടി ഒഴിക്കും. ഒഴിക്കണോ? ഒന്ന് മാറി നിൽക്കണേ. ഒഴിക്കടി, ഒഴിക്ക്. ദിവസം മുഴുവൻ പറമ്പിലും പശുവിന്റെയും പിന്നാലെയൊക്കെ നടന്ന് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ കാശോ ഇല്ല. എന്നിട്ട് ഇവനൊക്കെ വായിലിരിക്കുന്നതും കൂടെ കേൾക്കണം. നിങ്ങളൊക്കെ വലിയ കർഷക സംഘത്തിന്റെ നേതാവാണെന്നല്ലേ പറയുന്നത്. ഞങ്ങളെ പോലുള്ള പാവങ്ങൾ എങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്കറിയോ? ഈ സ്വഭാവമാണത്രേ. തിരിച്ചളങ്ങിയിട്ടുണ്ട്, നിവൃത്തിയാ മതി. പള്ളിമുറ്റത്തെ മാർഗം കളിക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിലാണ് ആനിയെ ഞാൻ ആദ്യമായി കാണുന്നത്. അതിനുശേഷം കർഷക സംഘം ഒരു തീരുമാനമെടുത്തു. വിളകൾ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് അതിൻ്റെ വില നൽകുക. പെണ്ണേ വായോ നിറ
ആനി 1300. ഡേ കാശ് മേടിച്ചു പോ. പട്ടാളം അതിനോട് അതിർത്തി തർക്കമൊന്നുമില്ലല്ലോ. ഇന്ത്യൻ പട്ടാളം എന്തിനാ കേരളത്തിൽ വരുന്നത്? സഖാവേ, ഇന്ത്യൻ പട്ടാളം പറ്റി പട്ടാളം പട്ടാളം അതിന് നമ്മുടെ ചൈനക്കാരൊന്നും അറിയാൻ പാടില്ല. അലക്സ്, അതെ. ഐ ആം വർഗീസ്, എഞ്ചിനീയർ റെജിമെന്റ് ഫ്രം മദ്രാസ്. പാലം കെട്ടാൻ വന്നതാ. ഇവിടെ ഇവിടെയല്ല, ആരക്കുഴയിലെ ബെയിലി പാലം. പേപ്പർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഉരുളവെട്ടലിൽ ഒലിച്ചു പോയതാ. റൈറ്റ് റൈറ്റ്. എന്നാ ഇവിടെ പറഞ്ഞില്ലേ, പ്രപ്പോസലുമായിട്ട് വന്നതാ. ഞാൻ വിചാരിച്ചു യുദ്ധത്തിന് വന്നായിരിക്കും. ഇത് കഴിയുമ്പോ യുദ്ധം തുടങ്ങിക്കോളൂ. എനിക്ക് മനസ്സിലായി, വാറപ്പനല്ലേ? അതെ. ഞാൻ അബ്ദുക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ഇരിക്കാം. ശരി, 2 മിനിറ്റ്. ഒട്ടും സമയമില്ല, നാളെ തന്നെ മടങ്ങണം. ആഹാ. അതിനു മുമ്പ് ഒരു തീരുമാനം അറിഞ്ഞിട്ട് പോകാലോ എന്ന് കരുതി വന്നതാ. ഓഹോ, എനിക്ക് താങ്ക് യു. കത്രീനെ ഞാൻ കഴിഞ്ഞ കൊല്ലം കുറിഞ്ഞിപ്പുഴ പള്ളിയിലെ പെരുന്നാളിന് കണ്ടായിരുന്നു. ആഹാ. എനിക്കിഷ്ടമായി. ആ. ഇനി കൊച്ചിനെ ഇഷ്ടമായാലും വിളിച്ചു പറഞ്ഞാച്ചാൽ മതി. അബ്ദുക്കയുടെ കയ്യിൽ എൻ്റെ നമ്പറുണ്ട്. കത്രേ ഒരു 5-6 ചായ എടുക്ക. അയ്യോ, ചായ കുടിക്കാനൊന്നുള്ള സമയമില്ല. അങ്ങനെ അങ്ങ് പോയാലോ? പെണ്ണിന് ചെറുക്കനെ ഒന്ന് കാണണ്ടായോ? ഡേ ദാണ്ടേ നല്ല വിളവാ, വിലയുണ്ട്. ഇത്തവണ നിന്നെ കെട്ടിക്കാനുള്ള കാശ് തന്നെ നിന്നുണ്ടാകും. ഞാൻ കെട്ടത്തൊന്നുമില്ല. എനിക്കെന്നെ ഇച്ചായൻ്റെ കൂടെ തന്നെ നിന്നേച്ചാൽ മതി. പിന്നെ നീ എന്നെ കെട്ടാമങ്കയായിട്ട് നിൽക്കാൻ പോണോ? മുക്കിപ്പല്ല വരുന്നവരെ. എന്നാ അത് ഇച്ചായം കെട്ട്, എന്നിട്ടാട്ടെ. പിന്നെ പാർട്ടിയും കൂടിയൊക്കെ നടക്കുന്നത് എനിക്കാര് വേണ്ടവരാണ്. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. എന്നാടി കള്ളച്ചിരി. ആനിക്കുട്ടിയുടെ കാര്യമൊക്കെ എനിക്ക് അറിയാം കേട്ടോ. ഏതാ ആനിക്കുട്ടി? ഓ, ഇപ്പൊ ആനിക്കുട്ടി അറിയത്തില്ല. കളിയും ചിരിയൊക്കെ ഞാൻ കാണുന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇച്ചായ വെച്ച് താമസിപ്പിക്കുന്നത്? ചെന്ന് കെട്ടിക്കൊണ്ട് വന്നേ. അതിനവൻ ആങ്ങളമാര് സമ്മതിക്കണ്ടേടി. അവരുടെ പുന്നാര പെങ്ങളാ. ആനിക്കുട്ടി ഒരു വാക്ക് പറഞ്ഞ പിറ്റേന്ന് തന്നെ കെട്ടിച്ചു തരും. അതൊന്നും വേണ്ട. ഇനി നിന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി അച്ഛൻ്റെ കാര്യം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നാളെ തന്നെ വർക്കിച്ചായനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞോണം. എന്നിട്ട് ഇങ്ങോട്ട് വന്നേച്ചാ മതി. നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാന്ന് എനിക്കറിയാം. പിന്നെന്നാ വേണ്ടാന്ന് പറഞ്ഞത്? എൻ്റെ ചായന് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായിരുന്നു.
സ്നേഹം തോന്നാഞ്ഞിട്ടൊന്നുമല്ല. കനകനൂൽ ചരടിലെൻ കരളിനെ ചേർത്തു നീ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എന്നേക്കും. ആമേൻ. പ്രാർത്ഥിച്ചു ദാ വരുന്നു. ഒരു പള്ളിയുണ്ട് 300 വാതിൽ. എനിക്കറിയത്തില്ലേ. എനിക്കറിയത്തില്ല ചായ. മനസ്സമാധാനത്തോടെ ജീവിക്കാനും സമ്മതിക്കില്ല. ഒരു നല്ല കാര്യം ചെയ്ത് ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നു. എന്നെ കിട്ടില്ല മോനെ. അബ്ദുക്ക് അവൻ എങ്ങോട്ടായിട്ട് ഓടിയത്? എനിക്കറിയത്തില്ല. പോലീസും പട്ടാളവും ഒക്കെ ഉണ്ടെന്നേ. എന്നാ സാറേ പോലീസും പട്ടാളമൊക്കെ ആയിട്ട്? അല്ല, അലക്സ് ഒന്നും അറിഞ്ഞില്ലേ? ഞാൻ എങ്ങനെ അറിയാനാ സാറേ? ആണ്ടിലൊരിക്കൽ ലീവിന് വരുന്ന ആളല്ലേ. അതാ പ്രശ്നം. അവനില്ലേ വർഗീസ്, അവൻ ലോക തെമ്മാടിയാ. കള്ള്, കഞ്ചാവ്, പിന്നെ പള്ളി ആയതുകൊണ്ട് ഞാനൊന്നും പറയണില്ല. അവൻ ഇന്നാളെ എന്റെ പട്ടാളത്തിലെ മേജറിനിട്ടൊരു കിലുത്തി. അതിന്റെ കോർട്ട് മാർഷലിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന അവന്മാര്. കോർട്ട് മാസ്റ്റർ അതാരാണ്? ഇവനേതറാ? പോലീസിന്റെ പോലെ പട്ടാളത്തിലുണ്ട് നിയമവും കോടതിയൊക്കെ. ഒറ്റ വ്യത്യാസമുള്ളൂ, നമ്മുടെ ഇടിക്ക് ഇച്ചിരി മയം ഉണ്ടാവും. അവന്മാരുടേതിനത് കാണില്ല. അവനെ അവന്മാരുടെ കയ്യിലെങ്ങാൻ കിട്ടിയ ഇനിയിപ്പോ എന്നാ ചെയ്യൂ അലക്സ്? എന്നാ ചെയ്യാൻ അബ്ദുക്ക? ഈ കുരുത്തം കെട്ടവും കാരണം എന്റെ കുഞ്ഞുങ്ങളുടെ ചടങ്ങലമ്പായല്ലോ ദൈവം. മോള് വിഷമിക്കണ്ട, ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. കത്രീനെ, മോളെ കത്രീനെ. ഉറക്കമായ കത്രീനെ, അവളിന്ന് വന്നില്ലേ? കത്രീനെ, കത്രി. കത്രീന, നിന്റെ കേണൽ വന്ന് നിൽക്കുന്നു. താങ്ക്സ് അച്ചായ. എന്തിനാടാ? എനിക്കിത് നേരത്തെ കിട്ടണമായിരുന്നു. എന്നെ അങ്ങനെ അങ്ങോട്ട് മണ്ടനാക്കല്ലേ. ഞാൻ ചങ്കിത്തൊട്ടായി പറയുന്നത്. ഇച്ചായനറിയോ, മലയാറ്റൂർ പള്ളിയിൽ സ്വർണ്ണക്കുരിശ് നേർന്നുണ്ടായ കൊച്ചാ ഞാൻ. അതെനിക്കിപ്പോ മനസ്സിലായി. കുരിശാണെന്നുള്ളത് മനസ്സിലായി. കൊഞ്ചിച്ചും പുന്നാരിച്ചും എല്ലാവരും കൂടെ എന്നെ വഷളാക്കിയതാ. ജീവിതത്തിൽ വിഷമം എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല അച്ചായ. ഇവളോട് ചോദിക്കും, മോളെ നിന്നെ ഈ വാറച്ചായ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്, നീ അച്ഛനോട് ക്ഷമിക്കും. ചേട്ടത്തിക്ക് അറിയാലോ, എൻ്റെയും കൊച്ചിൻ്റെയും ഇവളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കുന്നത് ഇച്ചായനെ ഒറ്റ ഒരാളാണ്. ചായ ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ചായ? അതെന്നോടാ ചോദിക്കുന്നത്? ചോദിക്കണമായിരുന്നു, ഇച്ചായൻ ചോദിക്കണമായിരുന്നു. എന്നെ വഴക്ക് പറയണമായിരുന്നു. സത്യം, ആരും എന്നെ തിരുത്തിയില്ല, നന്നാക്കാനും ശ്രമിച്ചില്ല. ഇനിയെങ്കിലും എന്നെ ഒന്നും തല്ലച്ചായ, ഞാൻ നന്നാവട്ടെ. പറയടി, തല്ലാൻ തല്ലുന്നില്ല. തട്ടാളാ, പ്ലീസ് അച്ചായ, അവന്മാർക്ക് എന്നെ ഇട്ട് കൊടുക്കല്ലേ. കോർട്ട് മാർഷലാ, വരുന്ന വരവ് കണ്ടില്ലേ, കൈ കിട്ടി അവന്മാരെന്നെ ഇടിച്ചില്ലാതാക്കും. നീയല്ലേ പറഞ്ഞ തല്ലിയാ നന്നാവുന്നു? അവര് നല്ലോണം തല്ലും, അപ്പൊ നിനക്ക് നന്നാവില്ല. അച്ചായ, ഞാൻ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം. എങ്ങോട്ട്? കാനഡയ്ക്ക്. കാനഡ അല്ല, ഈ കല്ലൂപ്പാറ വിട്ട അവന്മാര് നിന്നെ വിടത്തല്ലേ ശിക്ഷ കഴിയാതെ. മോളെ ഒന്ന് കണ്ടോട്ടെ. മോൾ ഉറങ്ങി. നീ ഇതിനകത്ത് കാണുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നടാ. അവര് നന്നാകാൻ പിടിക്കല്ലേ. നടക്കടാ. നീ വിഷമിക്കണ്ട, 1 or 2 കൊല്ലമേ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ അവരിങ്ങ് വിടും.
ശിക്ഷ കഴിഞ്ഞ് വരട്ടെ. കാനഡയ്ക്കോ അമേരിക്കയ്ക്കോ എങ്ങോട്ട് വേണേലും വിടാം. നന്നായ മതിയായിരുന്നു. ആ എത്രനാ ഇതാരാ വരണമെന്ന് നോക്കിയേ. ജോലി പോയല്ലേ? പോയായിരുന്നു. പിന്നെന്തിനാ യൂണിഫോം ഇട്ട് നടക്കുന്നത്? ആശ തീർന്നിട്ടില്ല ചായ, അതാ ഊരി കളയാത്തത്. ചായ കേറി വാ. ഓ ചായ കുടിക്ക്. യുദ്ധം ചെയ്ത് ക്ഷീണം മാറി. മധുരമല്ല, പാലും വെള്ളം ആയാലും മതിയായിരുന്നു. മധുരമില്ല, പാലും വെള്ളമായാലും മതി. ഇനി എന്നാ പരിപാടി? അങ്ങനെയൊന്നുമില്ല, ചായയും കുടിച്ചങ്ങ് കഴിയാം അല്ലേ? ജീവിക്കണം. ഇക്കൊല്ലത്ത് നമ്മുടെ സംഘത്തിന്റെ ലാഭം 2,13,814 രൂപ. ആ 13,814 രൂപയാണ്. ഈ കാശ് നമ്മുടെ പണിയാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഓഫീസ് കെട്ടിടത്തിന്റെ തറക്കല്ലിടാനും തറ കെട്ടാനുമായിട്ട് ചെലവാക്കാനാണ് കമ്മിറ്റി തീരുമാനിച്ചത്. സഖാവേ, എന്താ എന്തേട്ടാ? നമ്മുടെ സംഘത്തിന്റെ ഫണ്ടിൽ നിന്ന് കുറച്ച് പൈസ തന്നൊന്ന് സഹായിക്കണം. എൻ്റെ മോൻ്റെ കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ടാ. 1 ലക്ഷം രൂപ മതി. ഈടായിട്ട് ഞാൻ എൻ്റെ പറമ്പിൻ്റെ ആധാരം തരാം. അത് ചന്ദ്രേട്ടാ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സംഘത്തിൽ നിന്ന് പണം എടുക്കാൻ പാടില്ലെന്നാണ് നിയമം. ഇന്ത്യയൊക്കെ മറ്റോടത്തെ നിയമം. പിന്നെ എന്തിനാണ് ഈ സംഘവും കോപ്പൊക്കെ ഉണ്ടാക്കി താൻ കൂളെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചന്ദ്രേട്ടാ ഇരിക്കട്ടാ. ഇരിക്കാൻ ഞാൻ വരയപ്പോ ഇരിക്കാൻ. മനുഷ്യനൊരു ആവശ്യം. ഏയ്, അവൻ അങ്ങനെയൊക്കെ പറയും. സംഘത്തിലെ കാശ് വേറെ ഒന്നിനും തൊടാൻ പാടില്ല. അമ്മച്ചി എന്താണ് അവന്? അമ്മച്ചി, ഞാനിവിടെ ഉണ്ട്. വെള്ളം, ജലം, നീര്. ഇതന്നെ കവലയെ വെച്ച് മാനേജറെ കണ്ടിരുന്നു. ഇനി അവധി തരാൻ കഴിയില്ലെന്നാ പറയുന്നത്. ചായ വേണോ? അമ്മച്ചി, വീടിന്റെ പര്യായം എന്തുവാ? വീട് വേണ്ടേ? എന്നിട്ടല്ലേ പര്യായം. കർഷക സംഘത്തിന്റെ കാശിരിപ്പുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിന് തൽക്കാലത്തേക്ക് വല്ലതും. അതൊന്നും എടുത്ത് മറിക്കാൻ ഒക്കത്തില്ല. അതിനൊന്നും നിയമമില്ല. എനിക്ക് വേണ്ടി നിയമം മാറ്റാൻ പറ്റുമോ? പാർട്ടിക്ക് മാത്രമല്ല, വീടാകുമ്പോൾ ഇവിടെയും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ വീട്ടിൽ വിൽക്കാനായിട്ട് ആ കിടക്കുന്ന വണ്ടി മാത്രമാണ്. അത് വിറ്റ ഇരുമ്പ് വില പോലും കിട്ടില്ല. നീ ഒന്ന് സമാധാനപ്പെടേണ്ട അനി. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്ത് വഴി? ഒന്നും രണ്ടൊന്നും അല്ല, ലക്ഷങ്ങളാ. ഇത് കൊണ്ടേ പണയം വെച്ച് ഒരു 50,000 രൂപ മേടിച്ച് ബാങ്കിലടയ്ക്കും. എന്നിട്ട് 1 മാസം സാവകാശം കൂടെ തരാൻ പറ. വിഷമിക്കണ്ട. ഇനിയെങ്കിലും അളിയനെയും പെങ്ങളെയും മാത്രം നന്നാക്കാതെ ഇച്ചാനും കൂടെ നന്നാവാൻ നോക്ക്. ഹലോ, ആ എന്നാ സാറേ? എന്നാ കാര്യം? ആ 50,000 ഉണ്ടല്ലോ. ഫോറസ്റ്റ് ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാ കാര്യം? എന്നാന്നറിയാൻ മേല. എന്നാ സാറേ, എന്നാ കാര്യം? എടോ സാർ, കൊണ്ടുപോവാ. എന്റെ ഈശോയെ, എന്നതാ വെച്ചാൽ ഞാനീ കാണുന്നത്? എന്നാ പറ്റിയതാ?
കരച്ചിലും പിഴിച്ചിലൊക്കെ അവിടെ ആക്കട്ടെ. അളിയനും പെങ്ങളും കൂടി എന്താ ചെയ്തതെന്ന് അറിയാവോ? നിർത്തടാ. എങ്ങോട്ടാ? അടിവാരത്തേക്ക് പോകുന്ന വഴിയാ. കല്യാണത്തിന് വരുന്നു ഫാമിലി ആയിട്ട്. എന്താ സാർ? കുറച്ച് ദിവസമായല്ലോ ഇവിടെ കിടന്ന് കറങ്ങുന്നു. ഞാനോ? ഇല്ല സാർ. എന്താ അത്? എന്തായി കെട്ടില്? തുറന്ന് കാണിച്ചു കൊടുക്ക്. വന്നേ. 1.5 കിലോ കഞ്ചാവ്, 3 കിലോ മ്ലാവർച്ചി. എന്താ വകുപ്പ് എന്ന് വല്ല പിടിയുണ്ടോ? ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 51 ഷെഡ്യൂൾ 3 7 കൊല്ലം അകത്താവും. 1.5 കിലോ സെക്ഷൻ 20B1 10 കൊല്ലം. ഫാമിലി പാക്കേജാ. ടോട്ടൽ 17. കുടുംബസമേതം പോയി കിടക്കാം. എനിക്കൊന്നും അറിയത്തില്ല അച്ചായ. ഞാൻ ഇങ്ങനെ കൂട്ടുകാരന്റെ കല്യാണം കൂടാൻ പോയതാ മാട്ടുകട്ടയില്. എന്റെ പൊന്നു സാറേ, ആ പാവങ്ങളെ വെറുതെ വിട്ടേക്ക്. ഈ പരനാറി എന്നെ വേണേലും ചെയ്തോ. നീ എന്നടാ നോക്കണേ? വിടാൻ വേണ്ടി എന്നെ വിളിപ്പിച്ചേ. എല്ലാരും വിട്ടേക്കാം. വലിയ ഉപകാരം. പക്ഷെ കുറച്ച് ചെലവുണ്ട്. ഓ, ഒരു 5 ലക്ഷം. ഇത് ഞങ്ങൾ കത്തിക്കും. നിങ്ങളിത് കൊണ്ടേ കറിയും വെക്കും. എന്തു പറയുന്നു? അയ്യോ സാറേ, ചതിക്കരുത്. എന്റെ പെങ്ങളും കൊച്ചും വഴിയാധാരമായി പോവും. ഞാൻ വേണേ സാറിനെ കാല് പിടിക്കും. കാശ് തന്നിട്ട് വേണം കാലൊക്കെ പിടിച്ചോ. ഇല്ലടോ. സാറേ, 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാ എവിടെ നിർത്തി തരാനാ സാറേ? എന്നെങ്കിലും ഒന്ന് കുറയ്ക്കും. അബ്ദൊക്കെ എന്നതായി പറയുന്നേ? ഞാനിത് എവിടെ നിർത്തിട്ട് കൊണ്ട് കൊടുക്കാനാ? എന്നാ ഒരു കാര്യം ചെയ്യും. 2.5 അത് കുറയത്തില്ല. ഇനി ഈ കാര്യത്തിൽ ഒരു വർത്താനവും ഇല്ല. വേണ്ട, നീ വന്നേ. ഇങ്ങ് വാ. എടാ, സംഘത്തിലെ കാശിരിപ്പില്ലേ, അതും ഇപ്പൊ പണയം വെച്ച് കിട്ടിയ കാശും കൂടെ എടുത്ത് നീ അയാൾക്ക് കൊണ്ടേ കൊടു. അല്ലെങ്കിൽ ഇത് പുലിപാലാവും. സംഗതി വേറെ കേസാ. നീ അത് കേൾക്ക്. ഇങ്ങതാ വാ. പറ്റിപ്പോയി. എന്നാ സാറേ, പറഞ്ഞത് മുഴുവനും ഉണ്ട്. എന്നാ ചെന്നാട്ടെ. ആ, ഇതുകൂടി വെച്ചോ. നല്ല പച്ചക്കുരുമുളക് കൂട്ടി വരട്ടി അങ്ങ് എടുത്തോ. നീ എന്റെ കുടുംബം കുളന്തോണ്ടി അടങ്ങത്തുള്ളൂ അല്ലേ? ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ പാടത്തും പറമ്പത്തും പണിയെടുത്തുണ്ടാക്കിയ കാശാ ഞാൻ എണ്ണി കൊടുത്തത്. അത് ഇതുങ്ങളെ ഓർത്തിട്ടാ. നീയൊന്നും ഗുണം പിടിക്കത്തില്ലടാ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്നേക്കുന്നു. എന്താടാ കമ്മ്യൂണിസ്റ്റുകാരുടെ കുഴപ്പം? അത്ര വലിയ ആദർശവാനാണെങ്കിൽ ഇച്ചായനെന്തിനാ ഇവിടെ കൈക്കൂലി കൊടുത്തത്? നീ ഇങ്ങോട്ട് വാ. അവനുള്ളത് പടച്ചോൻ കൊടുത്തോണ്ട് വർത്താനം കേട്ടു. നീ ഇങ്ങോട്ട് വാ. മനുഷ്യനോട്ട് നടക്കാനാ. മോൾ കയറി. എന്താടാ പറഞ്ഞ പന്നിയുടെ എന്താടാ പറഞ്ഞ നിന്റെ മറ്റോടെ നിയമത്തെ കുറിച്ച് പറയണം. പാർട്ടി ഓഫീസിൽ കയറി അലമണ്ടാക്കി. പാർട്ടി ഓഫീസ് നിന്റെ തറവാടാടാ. എന്റെ മോൻ ലോൺ ചോദിച്ചപ്പോ അവനെന്താടാ പറഞ്ഞേ? വണ്ടി എടുത്തടാ. എന്റെ മോനെ കോളേജ് ചെറുക്കത്തിന് കാശ് ചോദിച്ചപ്പോ നീ എന്താടാ പറഞ്ഞേ? ഇവിടെ നിയമം നിന്ന് ഇപ്പൊ തന്റെ അളിയൻ കഞ്ചാവ് എടുത്ത് അകത്ത് പോയപ്പോ അവനിറക്കാൻ സംഘത്തിന് കാശിടല്ലോടാ. നോക്കണ്ട, നിന്റെ അളിയൻ തന്നെ ഒന്ന് എന്റെ അടുത്ത് വിവരം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ നടക്കുന്ന സഖാക്കള്. അപ്പൊ എടുത്തോണ്ട് പോടാ. നീ ഇറങ്ങുന്നില്ലേ? ഇല്ല. അല്ലേ സാർ?